പറഞ്ഞു കൊള്ളൂല, ഞാൻ എടുത്തിട്ട് ഇരുണ്ടിരിക്കണം. ആ വള്ളി ചേച്ചി അപ്പൊ തന്നെ ഒന്ന് പറയും വെച്ചാ ഒരു പേര് പോലെ തന്നെ ഉള്ള വല്യാണല്ല. എന്റെ പൊന്നെ, പ്രായമായ സ്ത്രീനെ ഇങ്ങനെ കുറ്റം പറയല്ലേട്ടാ. അവരതുകൊണ്ടൊന്നും പറഞ്ഞൊന്നുമല്ല. കണ്ട് പൊന്നെ നോക്കണി എന്റെ ചക്കരേനത് കണ്ടാ. ഒരച്ഛനും പോലും വന്നേ ഒരുങ്ങേക്കണോണ്ടോ മാലയൊക്കെ കണ്ടാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് എവിടെ നിന്ന് നല്ലത് കിട്ടാനാണ് ആ തമിഴിന്റെ അടുത്ത് നല്ല എടുക്കുന്നത്. ഇനി ഞാൻ തമിഴിന്റെ അടുത്ത് എടുക്കൂല, നോക്കിക്കോ. നിന്നോട് ആര് പറഞ്ഞ തമിഴിന്റെ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞ കടയിൽ പോയി എടുക്കാൻ നിങ്ങൾക്ക് കാശ് തരുമോ? ഇല്ലല്ല. ആഴ്ചയിൽ ഞാൻ നുള്ളിപ്പറക്കി ഉണ്ടാക്കുന്ന എടുത്തിട്ട് ഞാൻ സാരി മേടിക്കും. നീ നുള്ളിപ്പറക്കണ പിന്നെ ലാസ്റ്റ് ആയിരുന്നു ആരാണ് അത്? അതാ തല്ലു പിടിക്കല്ലേ ഏട്ടാ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാനൊന്നും പറഞ്ഞില്ല. നീ എല്ലാം തുടങ്ങിയത് സാരി എന്റെ ഓളിട്ടുള്ളത്. പിന്നെ എനിക്ക് എന്താ മേടിച്ചതെന്ന്? എന്താണ് കണ്ടത് എനിക്ക്? സിനിമ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞല്ല. സിനിമ കാണിച്ചതല്ല. മൾട്ടിപ്ലസ്. എന്താണ് മൾട്ടിപ്ലസ്? അല്ല, മൾട്ടിപ്ലക്സ്. മൾട്ടിപ്ലക്സ്. അവിടെ കിടന്ന് സിനിമ കാണാൻ പറ്റുവാ? സിനിമ കിടന്ന് കാണുന്നതിന് ഇരുന്നല്ല കാണുന്നത് ഇത്രയും കാലമായിട്ട് ആളുകള്. എത്രയാണ് കാശ് അവിടെ? 120 രൂപ. അത്രേ ഉള്ള? 120 ആണല്ലേ? എന്താണ് അത് ഇത്ര കൂടുതലാണോ? 30 രൂപ കൂടുതലാണോ? 90 രൂപയാണ് അവിടെ ബാൽക്കണിയിൽ ഇരിക്കാനായിട്ട്. ഈ 120 രൂപയുടെ അവിടുത്തെ ഏറ്റവും താഴെയുള്ള ഒന്ന് നിന്നല്ലേ, നിങ്ങൾ 30 രൂപയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ. അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നല്ല ഒന്നാം തരം ബാത്റൂമാണ്. ആ കക്കൂസെ പോകാൻ വേണ്ടിയാണ് അത്ര വലിയ കാശും കൊടുത്തു പോണത്. പറയണേണ് നിന്റെ ഈ കാന്ത് കണ്ടിട്ട്. പള്ളി ചേച്ചിക്ക് ഞാൻ നേരത്തെ വേറൊരു പണിയില്ലാണ്ട് അവിടെ പോയിരിക്കണം. എനിക്ക് എന്താണ് വേണ്ടത് പറയാടി. എന്താണ് നമ്മ സാധാരണ ചെയ്യാറ്? സിനിമ കാണും, പിന്നെ എനിക്കൊരു മസാല ദോശ പിടിച്ചു. മസാല ദോശ തീറ്റി ഞാൻ നിർത്തി. മസാല ദോശ വേണ്ടേ? എനിക്ക് കുഴിമന്തി വേണം. കുഴിമന്തിയോ? എന്താണ് പറഞ്ഞത്? വള്ളി ചേച്ചി എന്നെ 120 പറഞ്ഞത്. വള്ളി ചേച്ചി 180 രൂപയാണ്. അയ്യോ, സാരിയില്ല, കുറച്ച് പൈസ എന്ത് സാരിയില്ലെന്ന് നീ പറയണത്? 500 രൂപയായിട്ട് വന്നേക്കണത്. 300 രൂപ കഴിച്ചിട്ട് പിന്നെ ബാക്കി 200 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചു പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം വേണ്ട. നിനക്കവിടെ നീ കൊച്ചിന് മേടിച്ചു കൊടുക്കണ്ടേ? അതിന്റെ ആവശ്യം കൊച്ചിന് ഞാൻ പാലും ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. പാലും തലക്ക് പ്രാന്ത് തന്നെയാണ്. അല്ലെങ്കിൽ കാര്യം ചെയ്യണ്ടില്ല, കുറിയുടെ പൈസ ഇരിപ്പുണ്ട്, അതെടുക്കാം. പിന്നെ കുറിയുടെ കാശ് ആര് കൊടുക്കും? അത് ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്തോളാം. ലോണിന്റെ ആവശ്യം കൊടുക്കും.